എന്റെ നാട്ടുകാർ കാണുന്നു, അതൊന്നും നീ നോക്കണ്ട. ഖാഫ മഖാമ റബ്ബിഹി, എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം. അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ്. ഇമാമുന അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ല സഹോദര, നിനക്കെങ്ങനെ കള്ളുടിക്കാൻ പറ്റും? നിനക്കെങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റും? നിനക്കെങ്ങനെ വ്യഭിചരിക്കാൻ പറ്റും? നിനക്കെങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റും? നിനക്കെങ്ങനെ ഫിത്നയും ഫസാദും പറയാൻ പറ്റും? അള്ളാഹു അത് കാണുന്നില്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടായിട്ട് നീ ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത ധൈര്യമാണ് നിന്റെ ധൈര്യം, അല്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയാം, എന്നിട്ട് നീ അത് ചെയ്യുന്നുണ്ട്, വല്ലാത്ത ധൈര്യമാണ്. ഇനി അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ പേര് കാഫിർ എന്നാണ്, അല്ലേ? ഞാൻ ഈ ചെയ്ത തെറ്റ് അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നത്, പിന്നെ നീ മുസ്ലിം അല്ലല്ലോ. പിന്നെ നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം, അനന്തകാല റബ്ബിന്റെ നിഅമത്തുകൾ നിനക്ക് ഹറാമല്ലയോ? അള്ളാഹ് കാണില്ല എന്ന് വിചാരിച്ച, അള്ളാഹ് കാണുന്നുണ്ടെന്നറിയുന്ന ആളല്ലേ നീ, പിന്നെ എങ്ങനെ നീ തെറ്റ് ചെയ്യും? വല്ലാത്തൊരു വാക്കാണ്. ഇതിനാണ് ഹിക്മത്ത് എന്ന് പറയാ. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. എന്തൊരു വചനമാണത്! എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയുന്നല്ലോ, പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യും? എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ. ആ റബ്ബ് നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നീ മുസ്ലിം അല്ലല്ലോ, നീ പിന്നെ ഇസ്ലാം എന്ന് പുറത്തുപോയില്ലേ. അള്ളാഹ് കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പൊ എങ്ങനെ തെറ്റ് ചെയ്യാം? ഇനി ഇതിൽ കൂടുതലൊന്നും വാദം പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നന്നാവാതെ പോരെ. സുഹൃത്തുക്കൾ പരസ്പരം നന്മ കൊണ്ട് ഉപദേശിച്ചു കൊടുക്കണം. അതിനാണ് നന്മ കൊണ്ട് കൽപ്പിക്കുകയും ഹക്ക് കൊണ്ട് കൽപ്പിക്കുകയും ക്ഷമിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന സമൂഹം എന്ന് പറയാൻ കാരണം ഓർമ്മിപ്പിക്കണം, പരസ്പരം ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഖാരിജത്ത് ബിൻ സിയാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ മനസ്സിലൊരു പ്രേമമാണ്, ഏതോ ഒരു പെണ്ണിനോട് പ്രേമമാണ് മനസ്സിൽ നിന്ന്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ പെണ്ണിന്റെ വീടിന്റെ അരികത്തുകൂടെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടി നടക്കുന്ന ഖാരിജത്ത് ബിൻ സിയാദ്. ഖാരിജത്ത് ബിൻ സിയാദ് എന്ന ചെറുപ്പക്കാരൻ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് തുല്യനായ ഒരു ചെറുപ്പക്കാരൻ, ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരൻ ഖാരിജ ഇബ്നു സിയാദ്. പ്രേമായിരുന്നു. അങ്ങനെ താൻ ആരെയാണോ പ്രേമിക്കുന്നത് ആ പെൺകുട്ടി തന്റെ ഇടമുള്ള കുട്ടിയാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അടികത്തുകൂടെ ഇങ്ങനെ ഇടക്കിടക്ക് ഇവൻ നടക്കും. ഇവൻ പള്ളിയിൽ പോയി വരുന്ന ആളാണ്. അതാണ് ഏറ്റവും വലിയ രസം. പള്ളിയിൽ പോയിട്ടുണ്ട്, ചിന്ത പ്രേമമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പെണ്ണിനോട് ഇവൻ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, നിനക്കറിയുമോ നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്, അനുരാഗമുണ്ട്, നീ ഇതിനൊരുക്കമാണോ? ഒരൊറ്റ മറുപടിയാണ്. ആ പെൺകുട്ടിയുടെ മറുപടി പോലെ വാ തുറന്ന് ഉറക്ക മറുപടി പറയാൻ കഴിയുന്ന പെൺകുട്ടികളാവണം നമ്മുടെ മക്കൾ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പഴപ്പിക്കാൻ വരുമ്പോ നിന്റെ ആ പ്രേമമൊക്കെ എല്ലാ സ്വകാര്യങ്ങളും വെളിച്ചത്ത് വരുന്ന മഹ്ശറ എന്ന ദിവസമില്ലേ അള്ളാഹു യൗമത്തഗാബുൻ എന്ന് വിളിച്ചത്, ആ ദിവസത്തേക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അന്ന് കാണാൻ കേട്ടോ യൗമത്തഗാബുൻ. അന്നാവാം പ്രേമം. ഇവിടുന്ന് ഞാനതിനില്ല എന്ന് ഉറക്കെ നോ എന്ന് പറയേണ്ടിടത്ത് നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ കുട്ടികൾക്ക് വേണം. അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികൾ പ്രേമവുമായി വരുന്ന ചെറുപ്പക്കാരനോട് അള്ളാഹുവിനെ പേടിക്കാൻ പറയണം. പ്രേമം നടിച്ചു വരുന്ന പെണ്ണിനോട് ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരുത്തി കൊടുക്കണം. മക്കയിൽ നടന്നൊരു സംഭവം, ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മഹാത്യാഗിവര്യനായ ഒരു പണ്ഡിതൻ മക്കയിൽ ജീവിച്ചിരിക്കെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിന്റെ സൗന്ദര്യം കണ്ട് പഴച്ചു പോകാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? സ്നേഹം തോന്നിയപ്പോ പറഞ്ഞതാ. സ്നേഹം തോന്നി പല ആൾക്കാരും പലതും പറയൂലേ. ഈസ ബിൻ മൂസ എന്ന് പറയുന്ന ഒരു ഖലീഫ മൻസൂർ രാജാവിന്റെ കാലത്തിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. പെണ്ണിനോട് ഇയാൾ പറഞ്ഞതാ, സ്നേഹം തലക്ക് കയറിയിട്ട് വല്ലാണ്ടങ്ങ് പ്രേമിച്ചിട്ട് പറഞ്ഞു, എന്ത് അൻതി താലിഖ് ഇല്ലം തകൂനി അജ്മല മിനൽ ഖമരി, ഈ പൂർണ്ണചന്ദ്രനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നിന്റെ തൊലാഖ് സംഭവിച്ചു. എങ്ങനെ? ഈ പൂർണ്ണചന്ദ്രനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ, ഇയാളെ വിചാരം പൂർണ്ണചന്ദ്രനേക്കാളൊക്കെ ഇവൾ സുന്ദരിയാണെന്നാണ്, അതിനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നിന്റെ തൊലാഖ് സംഭവിച്ചു. ഇങ്ങനെയൊന്നും തൊലാഖ് കൊണ്ട് കളിക്കാൻ പാടില്ലേ. പക്ഷെ ഒരാൾ അങ്ങനെ കളിച്ചു, എന്ത് ചെയ്യും?
ആ പെണ്ണുടനെ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾക്ക് അന്യായ പെണ്ണാണ്, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഹലാലാകും? തൊലാക്ക് സംഭവിച്ചല്ലോ. പൂർണ്ണചന്ദ്രനേക്കാളൊക്കെ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അവൾ ഇയാൾ നേരെ ഓടി, പടച്ചോനെ കുടുങ്ങിപ്പോയല്ലോ, ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല. നേരെ ഖലീഫ മൻസൂർ രാജാവിന്റെ അടുത്തെന്നും അവിടെ ഷാഫിഈ ഹനഫി മദ്ഹബിലെ മുഴുവൻ ഫുഖഹാക്കളെയും വിളിച്ചുകൊണ്ട് വന്നു. എല്ലാവരും ഫത്വ കൊടുത്തു, തൊലാക്ക് സംഭവിച്ചു. എങ്ങനെ പൂർണ്ണചന്ദ്രനേക്കാളും ഇവൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുക? അതുകൊണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് തൊലാക്ക് സംഭവിച്ചു. ഇയാൾ പറഞ്ഞത് അതാണ്, പൂർണ്ണചന്ദ്രനേക്കാളും ഇല്ലം തകൂനി അജ്മല മിനൽ ബദർ, നീ ബദറിനേക്കാളും സുന്ദരി അല്ലെങ്കിൽ നിന്റെ തൊലാക്ക് സംഭവിച്ചു എന്നല്ലേ. ഹനഫി മദ്ഹബിൽപ്പെട്ട ഒരു ഇമാമ് മാത്രം, ഒരു ഫഖീഹ് ഒന്നും മിണ്ടിയില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങളെന്താ ഒന്നും പറയാൻ? എന്റെ അഭിപ്രായത്തിൽ തൊലാക്ക് സംഭവിക്കൂല എന്നാ. എന്തേ? അള്ളാഹു പറഞ്ഞില്ലേ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും മനോഹരമായ പ്രൊപ്പോർഷനിൽ പടച്ചവനാണ് അല്ലാഹു. ലഖദ് ഖലഖനൽ ഇൻസാൻ വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെയാണല്ലോ ഏറ്റവും മനോഹരമായിട്ട് അല്ലാഹു പടച്ചത്, മനുഷ്യനെയാണ്. മനുഷ്യൻ അഹ്സനു തഖ്വീം, ഏറ്റവും മനോഹരം മനുഷ്യനാണല്ലോ. അതുകൊണ്ട് ചന്ദ്രനേക്കാളും മനുഷ്യന് ഭംഗിയുണ്ടെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. എല്ലാറ്റിനേക്കാളും ഭംഗി മനുഷ്യനാണ്. എങ്കിൽ പിന്നെ ഈ പറഞ്ഞ വാക്ക് ശരിയാണല്ലോ, ഇവരുടെ തൊലാക്ക് സംഭവിക്കുകയില്ല എന്നായി. ഖലീഫ മൻസൂർ അതാണ് ഫത്വയായി അംഗീകരിച്ചിരുന്ന. കുഴപ്പമില്ല, പോയിക്കോളി, ഒരുമിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ കല്യാണം കഴിച്ചവർ തൊലാക്ക് എന്ന വാക്ക് പിന്നെ പെട്ടിയിലാക്കി കടലിൽ കൊണ്ടുപോയി എറിയണമെന്നാ പറയാം. ആ വാക്ക് തമാശയിൽ പോലും എടുത്ത് കളിക്കരുത്, പറയാൻ പാടില്ല. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ മക്കയിൽ ജീവിച്ചിരിക്കെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഭർത്താവ് ചോദിക്കുന്നു, നിന്റെ പരിശുദ്ധ മുഖം കണ്ടിട്ട് വഞ്ചിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? പറഞ്ഞു, ശരിയാണ്, എന്നെ കണ്ട ആരും നോക്കിപ്പോവും, എന്നെ കണ്ട ആരും ഒന്ന് കൊതിച്ചു പോകും. പെണ്ണുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ നാട്ടുകാർക്കുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനുള്ളതാണ്. ആരും കൊതിച്ചു പോകും, അവളും തന്നെ പറയായി. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പെണ്ണിനെ അവളുടെ സൗന്ദര്യം മാത്രം നോക്കിയിട്ടാണ് നീ കല്യാണം കഴിച്ചതെങ്കിൽ ലഅല്ല ജമാലഹാ യുത്ഗീഹാ, അവളുടെ ആ സൗന്ദര്യം കൊണ്ട് അവൾ പഴിച്ചുപോയേക്കും, അവൾക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഇവളും പറഞ്ഞു, ശരിയാണ്. ഇയാളിങ്ങനെ ഭർത്താവ് ആലോചിക്കുക, ഭർത്താവും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. നല്ല സുന്ദരിയായ ഒരു ഭാര്യയെ സംബന്ധിച്ച് അയാൾക്കൊരു അഭിമാനം തോന്നിയിട്ട് പറഞ്ഞു, മക്കായിലെ ഉബൈദ് ഇബ്നു ഉമൈർ, ആ മഹാനായ പണ്ഡിതനെ ചെന്ന് പഴിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്ക്, നീ ഒന്ന് നോക്ക്, ഒന്ന് ചെന്ന് നോക്ക്. ഹറമിലേക്ക് ചെന്ന് മക്കയിലേക്ക് മഹാനായ അല്ലാമ ഇബ്നു റജബ്, മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, അബുൽ ഫറജ് ഇബ്നുൽ ജൗസി തങ്ങൾ ദമ്മുൽ ഹവായിൽ ഈ സംഭവം രേഖപ്പെടുത്തി. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റഹ്മഹുള്ളയുടെ പരിശുദ്ധമായ ആ മഖാമിന്റെ ഭാഗത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ ഉബൈദ് ഇബ്നു ഉമൈർ, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളോട് മസ്അല പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഹറമിൽ വന്നിരിക്കുകയാണ്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. തനഹ അന്നി ഇലാ സാവിയത്തിൽ മസ്ജിദ്, ഈ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നാലോ? ചോദിച്ചോ എന്ന് പറഞ്ഞു. ഫകശഫത അൻ വജ്ഹിഹാ, അവരുടെ നിഖാബ് അവൾ അങ്ങ് എടുത്തു മാറ്റിയപ്പോ മനോഹരമായ സുന്ദരിയായ സൗന്ദര്യമുള്ള ഒരു പെണ്ണാണ്. അവൾ ചോദിച്ചു, യാ ഉബൈദ് ഇബ്നു ഉമൈർ, എനിക്ക് നിങ്ങളിൽ ചില ആവശ്യങ്ങളുണ്ട്. ചെറുപ്പക്കാരനാണ് ഉബൈദ് ഇബ്നു ഉമൈർ. അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. അല്ലാഹുവിന്റെ പള്ളിയിൽ ഹറമിലാണ് നടക്കാൻ പോകുന്നത്. ഹറമിൽ വെച്ചാണ് ഈ ചോദ്യം നടന്നത്. പഴപ്പിക്കാൻ പറ്റുമോ എന്ന് പിശാച് ഇങ്ങനെ നോക്കുന്ന ചിന്തയാണ്. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്. മരിച്ചു പോകുന്ന നേരത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ റൂഹ് പിടിക്കാൻ വരുമ്പോ, നന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും അദാബിന്റെ മലക്കുകളും വരുമ്പോൾ, ഞാൻ ഈ നിന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്ന വ്യഭിചാരം നിനക്ക് അന്നേരം ഇഷ്ടമാണെന്ന് തോന്നുമോ? ഇല്ല. അദ്ഖൽതിൽ ഖബർ, നീ ഖബറിലേക്ക് പ്രവേശിക്കുകയും ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു നന്മ ചെയ്തു വന്നവരെ നന്നായി സ്വീകരിക്കുകയും തിന്മ ചെയ്തു വന്നവരെ അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് ശിക്ഷിക്കാൻ പറയുകയും ചെയ്യുമ്പോൾ, ഖബറിലെ ചോദ്യോത്തരം നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത്, പെണ്ണെ, നീ ചെയ്തു പോകുന്ന വ്യഭിചാരത്തെ കുറിച്ച് നിനക്ക് ഇഷ്ടം തോന്നുമോ? അപ്പോൾ ഇല്ലല്ലല്ല, എനിക്കത് വേണ്ട. ഈമാനുള്ള പെണ്ണാണ്, ഒരൽപ്പം ഈമാൻ അവൾക്കുണ്ട്.
മഹ്ശറായിലേക്ക് വരുമ്പോ നിന്റെ കിതാബ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ തരിക എന്ന് പേടിച്ച്, ആർക്കാണോ നന്മകളുള്ളത് അവർ വലത് കൈയിലും, ആരാണോ തിന്മകൾ ചെയ്തു കൂട്ടിയത് അവർക്ക് ഇടതിലും നൽകപ്പെടുമ്പോൾ ആ നേരത്ത് നീ കൊതിച്ചു പോകുമോ ഈ തിന്മ സംഭവിച്ചെങ്കിലും? നീ കൊതിച്ചു പോകുമോ ഈ തിന്മ ഉണ്ടായെങ്കിലെന്ന്? അതല്ല വേണ്ടെന്നാണോ പറയാ? വേണ്ട വേണ്ട വേണ്ട. ശുറാച്ചിലൂടെ നീ കടക്കുമ്പോൾ ഓരോരുത്തരും അമലുകൾ കുറഞ്ഞു പോയവർ, കുഫറിന്റെ ആളുകൾ, മഅസിയത്തിന്റെ ആളുകൾ, തിന്മയുടെ ആളുകൾ നരകത്തിലേക്ക് ഇങ്ങനെ വീഴുമ്പോ സത്യവിശ്വാസികൾ മാത്രം ജയിച്ചു പോകുമ്പോൾ നീ ആഗ്രഹിക്കുമോ ഇങ്ങനെ ഒരു തിന്മ ചെയ്തിരുന്നെങ്കിലെന്ന് നീ കൊതിക്കുമോ? ഇല്ല. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ഇവർ സ്വർഗ്ഗത്തിലേക്ക് ഇവർ നരകത്തിലേക്ക് എന്ന് അല്ലാഹു പറഞ്ഞു വിടുമ്പോ ആ നേരത്ത് ഈ തിന്മ നിന്റെ കൂട്ടിന് വരാൻ നീ ആഗ്രഹിക്കുമോ? ഇല്ല ഇല്ല, എനിക്ക് വേണ്ട വേണ്ട, എങ്കിൽ നമുക്കിതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ച മഹാനാണ് ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ. പെണ്ണിനെ അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു. നേരത്തെ പറഞ്ഞതെടുത്ത് പെണ്ണു ഇങ്ങോട്ട് ചെറുപ്പക്കാരന് ഉപദേശിച്ചു കൊടുക്കുകയാണ്.